വിവാഹത്തിന്റെ ദിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഐക്യത്തിന്റെ ഒക്കെ ദിക്കായിട്ട് ഫുങ്ഷുവൽ കണക്കാക്കുന്നതെന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും സൗത്ത് വെസ്റ്റ് കോർണറാണ്. കന്നിമൂല നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കെട്ടിടം പണിയുകയാണെങ്കിൽ ഇവിടെ വിവാഹ തടസ്സം അനുഭവപ്പെടാം. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് ഫുങ്ഷുവൽ പറയുന്നുണ്ട്. ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോ പ്രകാരം നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങൾക്കും വീടിന്റെ ഓരോ ദിക്കുമായി ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ വിവാഹത്തിന്റെ ദിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഐക്യത്തിന്റെ ഒക്കെ ദിക്കായിട്ട് ഫുങ്ഷുവൽ കണക്കാക്കുന്നതെന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും സൗത്ത് വെസ്റ്റ് കോർണറാണ്. അപ്പോൾ വിവാഹം നടക്കാത്ത വ്യക്തികൾക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവും. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കെട്ടിടം പണിയുകയാണെങ്കിൽ അതിനെ മിസ്സിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കും. ഇവിടെ വിവാഹ തടസ്സം അനുഭവപ്പെടാം. രണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗം വീട് വെക്കുമ്പോൾ അതിനകത്തൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിലും, തെക്ക് പടിഞ്ഞാറ് കറക്റ്റ് മൂലയിൽ തന്നെ ടോയ്ലറ്റ് വരണമെന്നില്ല, തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് ഫുങ്ഷുവൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദിക്കെന്ന് പറയുന്നത് ചിലർ പറയും തെക്ക് പടിഞ്ഞാറ് സെപ്റ്റിട്ടാൻ കൊണ്ടെന്ന് വെച്ചാൽ സാറേ തെക്ക് പടിഞ്ഞാറ് കറക്റ്റ് മൂലയിലില്ല, 3 അടി മാറിയിട്ടാണ്, 5 അടി മാറിയിട്ടാണെന്നൊക്കെ കണക്കുകൾ പറയുന്നവരുണ്ട്. തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ആ വീടിന്റെ 8-ലൊരു ഏരിയ ആയിട്ട് അല്ലെങ്കിൽ 9-ലെ ഏരിയ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ദിക്കിൽ ഇത് വരാൻ പാടില്ല. ആ ദിക്കിൽ എവിടെ വന്നാലും ഇത് വിവാഹ തടസ്സമായി കണക്കാക്കപ്പെടുന്നുണ്ട്. സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിന്റെ കുഴി, കിണർ, ബോർവെല്ല്, ഇത്തരം കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് വരുന്നത് വിവാഹ സംബന്ധമായിട്ട് തടസ്സമുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി വിവാഹത്തിന് വേണ്ടിയിട്ട് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഒരു റെഡ് ലൈറ്റ് ഇടുന്നത് വിവാഹ സംബന്ധമായിട്ട് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായി ഫുങ്ഷുവൽ അതിനെ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ എന്ത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള ഒരു ജോഡി മണ്ടേരിയൻ ടക്സ് വയ്ക്കാം. സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിലോ ഡൈനിങ് ഹാളിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലോ വയ്ക്കാം. അല്ലെങ്കിൽ വിവാഹം അന്വേഷിക്കുന്ന ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലും ഇത്തരത്തിലുള്ള ഒരു ഇത് വെക്കുന്നത് വിവാഹ സംബന്ധമായിട്ട് ഒത്തിരി സപ്പോർട്ടിങ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇനി നമുക്ക് ഫെങ്ഷു പ്രകാരം മറ്റു ചില ടൂളുകളും കൂടെ നോക്കാം. ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനായിട്ട് ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷുവിൽ പറയുന്നുണ്ട് 4 അനിമൽസിനെ വെക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ വയ്ക്കാം. അതിന്റെ സൗത്ത് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫീനിക്സ് ബേർഡിനെ വെക്കാം. നോർത്തിലാണെങ്കിൽ നമുക്കൊരു ടോർട്ടോയ്സിനെയും വെക്കാം. ഇത് ഈ 4 ദിക്കുകളിലായിട്ട് വെക്കാം. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റിന്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുന്നതും ഫെങ്ഷുവിൽ നല്ലൊരു റെമഡിയായി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.